കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? പണ്ട് 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 ഗളിവർ എന്നൊരാളുണ്ടായിരുന്നു. എന്താ പേര്? ഗളിവർ. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു വലിയ കപ്പലിൽ ജോലി കിട്ടി. കപ്പൽ യാത്രയ്ക്കിടയിൽ എന്തെങ്കിലും വിധത്തിൽ അസുഖങ്ങളൊക്കെ വരുന്നവരുണ്ടായാൽ അവരെയൊക്കെ ചികിത്സിക്കണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. പൊതുവേ യാത്രകളോട് വളരെയധികം ഇഷ്ടമുള്ള ആളായിരുന്നു ഗളിവർ. അതുകൊണ്ട് ഈ ജോലി അദ്ദേഹത്തിന് നന്നേ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഗളിവർ ആ കപ്പലിൽ ഡോക്ടറായി ജോലിക്ക് ചേർന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു. കപ്പലിലൂടെ അതിവിശാലമായ കടൽ കണ്ടുകൊണ്ടുള്ള യാത്ര. ഒരു കരയിൽ നിന്നും അടുത്ത കരയിൽ എത്തണമെങ്കിൽ കുറേ ദിവസം കടലിലൂടെ യാത്ര ചെയ്യണം. അങ്ങനെ ഒരു ദിവസം കപ്പൽ കടലിലൂടെ പോകുമ്പോൾ അതാ വലിയ കാറ്റും മഴയും ഒക്കെ വന്നു. ഭീമൻ തിരമാലകളും വന്നു. കപ്പൽ ആ മഴയിലും കാറ്റിലും പെട്ട് ആടി ഉലയാൻ തുടങ്ങി. കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും ഭയന്നുപോയി. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ആ കപ്പൽ ഈ കാറ്റിലും മഴയിലും പെട്ട് തകർന്നു പോകാം. എല്ലാവരും പേടിച്ച പോലെ ആ ഒരു നിമിഷം ഒരു ഭീമൻ തിരമാല വന്ന് ആ കപ്പലിനെ വിഴുങ്ങി. ഗളിവർ യാത്ര ചെയ്തിരുന്ന കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങുന്നതിന് തൊട്ട് മുമ്പായി ഒരു ചെറു ബോട്ടിൽ ഗളിവറും മറ്റു ചില യാത്രക്കാരും വല്ലവിധേനയും കയറിപ്പറ്റി. എന്നിട്ട് ആ ചെറു ബോട്ടിൽ തുഴഞ്ഞു പോകാൻ തുടങ്ങി. എന്നാൽ അധികം വൈകാതെ തന്നെ ഈ ചെറിയ ബോട്ടും ആ കൊടുങ്കാറ്റിലും മഴയിലും പെട്ട് കടലിൽ തകർന്നു പോയി. ഗളിവറും കൂടെയുണ്ടായിരുന്ന ആൾക്കാരും ഒക്കെ വെള്ളത്തിലേക്ക് വീണു. ഹോ, എന്ത് ചെയ്യും? ഇനി ഒരു കര കാണാൻ പറ്റുമോ എന്നാലോചിച്ചുകൊണ്ട് സർവശക്തിയും എടുത്ത് ഗളിവർ നീന്താൻ തുടങ്ങി. ഏറെ നേരം നീന്തി 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 അദ്ദേഹം തളർന്നുപോയി. വല്ലാത്ത ക്ഷീണം മൂലം അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. എത്ര നേരം കഴിഞ്ഞുവെന്നോ എത്ര ദൂരം താണ്ടിയെന്നോ ഒന്നും അറിയില്ല. ഏറെ മണിക്കൂറുകൾ കഴിഞ്ഞ് ഗളിവർ കണ്ണു തുറന്നു. അപ്പോൾ അദ്ദേഹം ഒരു കരയിലെത്തി. ഈ സ്ഥലം എവിടെയാണെന്നോ ഒന്നും ഗളിവറിനറിയില്ല. ഗളിവർ എഴുന്നേക്കാൻ നോക്കി. അയ്യോ, എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇതെന്താ ഇത്? ഓ, എന്റെ കൈയും കാലും ഒക്കെ എന്താ സംഭവിച്ചത്? ഗളിവറിന് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം വല്ലവിധേനയും ചരിഞ്ഞും തിരിഞ്ഞുമൊക്കെ ചുറ്റും കണ്ണോടിച്ചു. അപ്പോഴതാ കുറേ ചെറിയ മനുഷ്യർ, കുഞ്ഞൻ മനുഷ്യർ. ഇതെന്താ സംഭവം? ഗളിവറിന് ഒന്നും മനസ്സിലായില്ല. അയ്യോ, കപ്പൽ തകർന്ന് പിന്നീട് ഞാൻ ബോട്ടിൽ കയറി. എന്നിട്ട് ഞാൻ എവിടെയാണ് എത്തിയിരിക്കുന്നത്? ഇത് ഏതാണ് സ്ഥലം? അപ്പോഴേക്കും ഒരു കുഞ്ഞൻ മനുഷ്യൻ ഗളിവറിന്റെ ചെവിയുടെ അടുത്തേക്ക് വന്നു. ഗളിവർ ചോദിച്ചു, ഞാനിത് എവിടെയാ? ഇത് ഏതാ നാട്? ആ കുഞ്ഞൻ മനുഷ്യൻ ഉച്ചത്തിൽ ഗളിവറിനോട് പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കുന്നത് ലില്ലിപ്പുട്ടിലാണ്. എവിടെ? ഗളിവർ ചോദിച്ചു. ലില്ലിപ്പുട്ട്, ലില്ലിപ്പുട്ട്. നിങ്ങൾ എത്തിയിരിക്കുന്നത് ലില്ലിപ്പുട്ട് എന്ന നാട്ടിലാണ്. ഇത് ഞങ്ങളുടെ നാടാണ്. ഞങ്ങളാണ് ലില്ലിപ്പുട്ടുകാർ. ഗളിവറിന് കാര്യം മനസ്സിലായി. ഈ ഉയരം കുറഞ്ഞ ഇത്തിരി കുഞ്ഞൻ മനുഷ്യരുടെ നാടാണ് ലില്ലിപ്പുട്ട്. കപ്പൽ തകർന്ന് ബോട്ടും തകർന്ന് താൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ ലില്ലിപ്പുട്ടിലാണ്. അവിടെയുള്ള എല്ലാ മനുഷ്യരും വളരെ കുഞ്ഞന്മാരാ. അവരെല്ലാവരും ഗളിവറിനെ കണ്ട് പേടിച്ചുപോയി. കാരണം അവർ നോക്കുമ്പോൾ ഗളിവർ എന്തോ വലിയൊരു മനുഷ്യനാ.
തങ്ങളെ ആക്രമിക്കാൻ വന്നയാളാണെന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ടാണ് അവരെല്ലാവരും കൂട്ടം കൂട്ടമായി വന്ന് ഗളിവറിനെ കുഞ്ഞൻ കുഞ്ഞൻ കയറുകൾ ഉപയോഗിച്ച് ദേഹമാസകലം വരിഞ്ഞു കെട്ടിവെച്ചത്. ഗളിവർ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ, അവരെ ആക്രമിക്കാതിരിക്കാൻ. ഗളിവറിനെ കെട്ടിവെച്ചുവെങ്കിലും അവർ നല്ല മനസ്സുള്ള ആൾക്കാരായിരുന്നു. ഗളിവറിന് കഴിക്കാനായി ഭക്ഷണം കൊണ്ടുവന്നു. ഒരു കുഞ്ഞൻ ലില്ലിപ്പുട്ട് നടന്ന് 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 അദ്ദേഹത്തിന്റെ വായുടെ അടുത്തെത്തി. എന്നിട്ട് ആ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എത്രയോ ഇരട്ടി വേണമെന്നോ ഗളിവറിന് വയറ് നിറയാൻ. ലില്ലിപ്പുട്ടുകാർ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു. ഗളിവർ പറഞ്ഞു, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നക്കാരനൊന്നുമല്ല. ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല. ഞാൻ സഞ്ചരിച്ച കപ്പൽ തകർന്നു. കപ്പലിൽ നിന്നും ഒരു ബോട്ടിൽ കയറി, അതും തകർന്നു. അങ്ങനെ കടലിലൂടെ ഒഴുകി ഒഴുകി നിങ്ങളുടെ നാട്ടിലെത്തിയതാണ്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ? പിന്നീട് ലില്ലിപ്പുട്ടുകാർ അവരുടെ രാജാവിനെയും കൂട്ടി ഗളിവറിന്റെ അടുത്തേക്ക് വന്നു. രാജാവിനും വലിയ അത്ഭുതമായി. ഹോ, എത്ര വലിയ ഒരു മനുഷ്യൻ! ഇയാൾ എവിടെ നിന്ന് വന്നു? രാജാവ് ചിന്തിച്ചു. രാജാവ് പോലും പേടിച്ചുപോയി. ഇത്തിരി കുഞ്ഞൻ രാജാവ്, നീ എന്തിനാണ് ഞങ്ങളുടെ നാട്ടിൽ വന്നത്? രാജാവ് ഗളിവറിനോട് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നതല്ല. ഞാൻ സഞ്ചരിച്ചിരുന്ന കപ്പൽ കാറ്റിലും മഴയിലും പെട്ട് തകർന്നുപോയി. പിന്നീട് ഞാനൊരു ബോട്ടിൽ കയറി, ആ ബോട്ടും തകർന്നു. പിന്നീട് എനിക്ക് ഒന്നും ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോൾ നിങ്ങളുടെ നാട്ടിലാണ്. ഇവിടെ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ കെട്ടിവച്ചിരിക്കുന്നു. ദയവ് ചെയ്ത് എന്നെ എഴുന്നേക്കാൻ അനുവദിക്കൂ. ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യില്ല. ഒട്ടും അനങ്ങാൻ കഴിയാത്ത വിധം ലില്ലിപ്പുട്ടുകാരെല്ലാവരും ചേർന്ന് ഗളിവറിനെ കെട്ടിവച്ചിരിക്കുകയായിരുന്നല്ലോ. അത് കണ്ട് രാജാവിനും ദയ തോന്നി. എന്റെ പ്രിയപ്പെട്ട ലില്ലിപ്പുട്ടുകാരെ, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കെട്ടുകൾ അഴിക്കൂ. ധൈര്യം സംഭരിച്ച് രാജാവ് പറഞ്ഞു. അങ്ങനെ ലില്ലിപ്പുട്ടുകാരെല്ലാവരും ചേർന്ന് ആ കെട്ടുകളൊക്കെ അറുത്തുമാറ്റി. ഹോ, കെട്ടുകളെല്ലാം മുറിച്ചു മാറ്റിയപ്പോൾ ഗളിവർ പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങി. അപ്പോഴുണ്ട് പലയിടത്തു നിന്നും കരച്ചിൽ. അയ്യോ, ഞാനിപ്പോ വീഴുമേ, ഞാൻ നിന്റെ കാലിലിരിക്കുകയാണ്. അയ്യോ, ഞാനിപ്പോ വീഴുമേ, ഞാൻ നിന്റെ തലയിലാണ്. അയ്യോ, ഞാനിപ്പോ വീഴുമേ, ഞാൻ നിന്റെ വയറ്റിലാണ്. അയ്യോ, ഞാനിപ്പോ വീഴുമേ, ഞാൻ നിന്റെ മുഖത്താണ്. എന്താ സംഭവിച്ചത്? ഗളിവറിന്റെ ദേഹത്ത് 100 കണക്കിന് ലില്ലിപ്പുട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ ഗളിവർ എഴുന്നേറ്റപ്പോൾ ദേ പിടിവിട്ട് താഴെ വീഴാൻ തുടങ്ങി. അവരുടെ കരച്ചിലാണ് കേട്ടത്. ഗളിവർ വീണ്ടും പതുക്കെ അവിടെ തന്നെ ഇരുന്നു. ലില്ലിപ്പുട്ടുകാരെല്ലാം പതുക്കെ അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്നും ഇറങ്ങിപ്പോയി. അതിനുശേഷം ഗളിവർ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഇനി ഒരു കപ്പൽ വരാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ നാട്ടിൽ എനിക്ക് കുറച്ചു ദിവസം താമസിക്കാൻ അനുവാദം തരുമോ? തങ്ങാൻ ഒരു സ്ഥലവും തരുമോ? എന്നാൽ ആവും വിധം ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്തായാലും നിന്നെ പോലെ ശക്തനായ ഒരാളുടെ സഹായം ലില്ലിപ്പുട്ടിന് ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഈ പട്ടണമൊക്കെ ഒന്ന് സുന്ദരമാക്കണം. നിന്നെ പോലൊരാൾ ജോലി ചെയ്താൽ ആ ജോലിയൊക്കെ പെട്ടെന്ന് തീരുമല്ലോ. തീർച്ചയായും എനിക്ക് പല വിധത്തിലും നിങ്ങളെ സഹായിക്കാൻ പറ്റും, ഗളിവർ പറഞ്ഞു. അങ്ങനെ രാജാവിന്റെ അനുവാദത്തോടെ ലില്ലിപ്പുട്ടുകാർ നമ്മുടെ ഗളിവറിന് താമസിക്കാൻ അവരുടെ നാട്ടിലെ ഏറ്റവും വലിയ വീട് കൊടുത്തു. എന്നാൽ ആ വീടിന്റെ വാതിലിനുള്ളിൽ ഗളിവറിന്റെ തല മാത്രമേ കയറുമായിരുന്നുള്ളൂ. ഗളിവർ പരാതിയൊന്നും പറഞ്ഞില്ല. ദിവസവും 100 കണക്കിന് ലില്ലിപ്പുട്ടുകാർ ഗളിവറിന് ഭക്ഷണവുമായി വന്നു. എങ്കിൽ മാത്രമേ ഗളിവറിന്റെ വയറ് നിറയുള്ളൂ. ഗളിവർ എങ്ങനെയാണ് അവരെ സഹായിച്ചതെന്നറിയോ? ഒരേ സമയം 50 100 ലില്ലിപ്പുട്ടുകാർക്ക് ഗളിവറിന്റെ കൈകളിലേറി എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം എളുപ്പത്തിൽ. അവർക്ക് വെള്ളം ആവശ്യമുള്ളപ്പോൾ ഗളിവർ പെട്ടെന്ന് കടൽക്കരയിൽ പോയി ആവശ്യത്തിന് വെള്ളം കൊണ്ടുവന്നു കൊടുക്കും. ഈ ജോലികളൊക്കെ ചെയ്യാനേ മുൻപ് ലില്ലിപ്പുട്ടുകാർ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു. ഗളിവർ വന്നതോടുകൂടി അതെല്ലാം വളരെ എളുപ്പമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം
ലില്ലിപുട്ടിൽ ഒരു സംഭവമുണ്ടായി. എന്താണെന്നറിയോ? തൊട്ടടുത്ത രാജ്യത്തിലെ രാജാവ് ലില്ലിപുട്ടിനെ ആക്രമിക്കാൻ വരുന്നു. എന്തു ചെയ്യും? എല്ലാവരും പേടിച്ചുപോയി. കടൽക്കരയിൽ കാവൽ നിൽക്കുന്ന ലില്ലിപുട്ടിന്റെ പോരാളികൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇനി നമുക്കധികം സമയമില്ല. ദേ, അയൽ രാജ്യത്തെ രാജാവിന്റെ കപ്പൽ നമ്മുടെ കടൽ തീരത്തിനോട് അടുക്കുന്നു. നമ്മൾ എന്തു ചെയ്യും? രാജാവ് ആകെ സങ്കടത്തിലായി. അപ്പോൾ ഗളിവർ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നു പറഞ്ഞുകൊണ്ട് ഗളിവർ വേഗത്തിൽ കടൽക്കരയിലെത്തി. അപ്പോഴുണ്ട് അയൽ രാജ്യത്തെ 10-20 കപ്പലുകൾ കടൽക്കരയിലേക്ക് വരുന്നു. ഈ കപ്പലുകളുടെ പ്രത്യേകത എന്താണ്? ഇത് കുഞ്ഞൻ കപ്പലുകളാണ്. ഗളിവർ ലില്ലിപുട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി കുറച്ച് കയറുകളുമായി വരൂ. അവർ കയറുകൾ കൊണ്ടുവന്നു. വളരെ എളുപ്പത്തിൽ ലില്ലിപുട്ടിലെ വലിയ മനുഷ്യനായ ഗളിവർ കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കപ്പലുകളെ എല്ലാം തന്റെ കൈകൊണ്ട് വലിച്ചടുപ്പിച്ച് കയറിൽ കെട്ടി കരയിൽ കൊണ്ടുവന്നു വെച്ചു. അതിലുണ്ടായിരുന്ന അയൽ രാജാവിന്റെ പോരാളികളെ എല്ലാവരെയും പിടിച്ച് ജയിലടയ്ക്കുകയും ചെയ്തു. ഹോ, ലില്ലിപുട്ടുകാരെല്ലാം ഗളിവറിനെ ഒരു ഹീറോ ആയി കാണാൻ തുടങ്ങി. അവരുടെ സൂപ്പർ ഹീറോ. അവരുടെ നാടിനെ രക്ഷിച്ചില്ലേ? ദിവസം കഴിയും തോറും അവിടുത്തെ രാജാവിന് ഏറെ പ്രിയങ്കരനായി മാറിക്കൊണ്ടേയിരുന്നു. എന്നാലേ ഇത് ചില ആൾക്കാർക്ക് ഇഷ്ടമായില്ല. രാജാവ് ഗളിവറിനോട് സ്നേഹം കാണിക്കുന്നത്. അതുകൊണ്ട് അവർ രാജാവിന്റെ അടുത്ത് ചെന്ന് ഗളിവറിനെ കുറിച്ച് കുറെ കുറ്റം പറഞ്ഞു കൊടുത്തു. അല്ലയോ രാജാവേ, ഈ ഗളിവർ അത്ര നല്ല ആളൊന്നുമല്ല. അയാൾ തക്കം കിട്ടിയാൽ അങ്ങേ ഇവിടെ നിന്ന് ഓടിക്കും. എന്നിട്ട് ലില്ലിപുട്ടിന്റെ രാജാവാവും. അതാണ് അയാളുടെ ഉദ്ദേശം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ രാജാവിനും തോന്നി, ഇനി എങ്ങാനും ഗളിവർ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവിടുത്തെ രാജാവായാലോ? ഒരിക്കലും അതിനനുവദിച്ചുകൂടാ. അതുകൊണ്ട് രാജാവ് ഒരു തീരുമാനമെടുത്തു. ഇനി മുതൽ ഇവിടെ ആരും ഗളിവറിന് ഭക്ഷണം കൊടുക്കണ്ട. ഇതറിഞ്ഞതും ഗളിവറിനാകെ സങ്കടമായി. ഗളിവർ ആ നാട്ടിൽ നിന്നും പോകാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് ഗളിവർ എന്തു ചെയ്തെന്നോ? നേരത്തെ അയൽ രാജാവിന്റെ കുറെ കപ്പലുകൾ പിടിച്ചെടുത്തില്ലേ? ആ കപ്പലുകളുമൊക്കെയായി കടലിലേക്ക് ഇറങ്ങി. എന്നിട്ട് ആ കപ്പലുകളിൽ പിടിച്ച് കടലിലൂടെ നീന്താൻ തുടങ്ങി. കുറെ ദൂരം പിന്നിട്ടപ്പോൾ ഒരു കര കണ്ടു. അത് ലില്ലിപുട്ടിനെ ആക്രമിക്കാൻ വന്ന രാജാവിന്റെ നാടായിരുന്നു. അദ്ദേഹം നേരെ കൊട്ടാരത്തിലെത്തി. ഈ കുഞ്ഞൻ കപ്പലുകൾ രാജാവിന് കൊടുത്തു. എന്നിട്ട് സംഭവിച്ച കാര്യമെല്ലാം പറഞ്ഞു. തനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം നൽകണം എന്ന് അപേക്ഷിച്ചു. തന്റെ കുഞ്ഞൻ കപ്പലുകളെല്ലാം തിരിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ രാജാവ് വളരെ സന്തോഷവാനായി. എന്നാൽ ആ നാട്ടിലാണെങ്കിലോ ഗളിവറിന് തന്റെ തല പോലും വയ്ക്കാൻ പറ്റുന്നത്ര വലിപ്പമുള്ള ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉറക്കമൊക്കെ കടൽക്കരയിൽ തന്നെ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊട്ടാരത്തിൽ വലിയ തീപിടുത്തമുണ്ടായി. ഇത്തിരി കുഞ്ഞന്മാരെല്ലാവരും കൊട്ടാരത്തിലെ തീ കെടുത്താനായി നെട്ടോട്ടം ഓടുന്നു. ഗളിവർ എന്ത് ചെയ്തെന്നോ? പെട്ടെന്നൊരു കുഞ്ഞൻ കപ്പലുമായി കടലിലേക്ക് ഇറങ്ങി. കപ്പൽ നിറയെ വെള്ളം നിറച്ചു. വെള്ളം നിറച്ച കപ്പലുമായി കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിന് മുകളിലേക്ക് ഒഴിച്ചു. തീയെല്ലാം പെട്ടെന്ന് തന്നെ അണഞ്ഞു. ഹോ, ഈ ഗളിവർ എന്തു മിടുക്കനാ! ഇത്തിരി കുഞ്ഞന്മാരും അവരുടെ രാജാവും പറഞ്ഞു. ആപത്ത് സമയത്ത് നമ്മളെ സഹായിച്ച ഗളിവറിന് വേണ്ട എന്ത് സഹായവും ചെയ്തു കൊടുക്കണമെന്ന് രാജാവ് പ്രജകളോടും പറഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ബോട്ട് ഒഴുകി 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 ആ കരയിലെത്തി. ഈ ബോട്ടിൽ തീർച്ചയായും തനിക്ക് തന്റെ രാജ്യത്തേക്ക് പോകാൻ പറ്റും, ഗളിവർ മനസ്സിൽ പറഞ്ഞു. ഇത്തിരി കുഞ്ഞന്മാരോടും അവരുടെ രാജാവിനോടും നന്ദി പറഞ്ഞിട്ട് ഗളിവർ ആ ബോട്ടിൽ കയറി യാത്ര തുടർന്നു. ഹോ, എന്തൊക്കെയാണ് സംഭവിച്ചത്! ഒരു ഡോക്ടറായിരുന്ന താൻ ഒരു കപ്പലിൽ ജോലിക്ക് പോയി. ആ കപ്പൽ കാറ്റിലും മഴയിലും പെട്ട് തകരുന്നു. അവിടെ നിന്നും ഒരു ബോട്ടിൽ കയറുന്നു. ആ ബോട്ടും തകരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു രാജ്യത്തെത്തുന്നു. കുഞ്ഞന്മാരുടെ രാജ്യം ലില്ലിപുട്ട്. ലില്ലിപുട്ടിൽ നിന്നും വീണ്ടും ഇത്തിരി കുഞ്ഞന്മാരുടെ മറ്റൊരു രാജ്യത്തേക്ക്.
അവിടെ നിന്നും വീണ്ടും ഇപ്പോ തന്റെ നാട്ടിലേക്ക് പോകാനായി ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ആലോചിച്ച് ബോട്ട് തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതാ ഒരു കപ്പലിന്റെ സൈറൻ കേൾക്കുന്നു. അത് കേട്ടതും ഗളിവർ ഉച്ചത്തിൽ കൂവാൻ തുടങ്ങി. ആ ശബ്ദം കപ്പിത്താൻ കേട്ടു. ബോട്ടിന്റെ അടുത്തേക്ക് കപ്പിത്താൻ കപ്പലുമായി എത്തി. ഗളിവറിനെ കപ്പലിൽ കയറ്റി. അദ്ദേഹം തന്റെ സാഹസിക യാത്രയുടെ കഥയൊക്കെ കപ്പിത്താനോട് പറഞ്ഞു. പിന്നീട് ആ കപ്പലിൽ യാത്ര തുടർന്നു തന്റെ സ്വന്തം നാട്ടിലേക്ക്. ഇതാണ് ഗളിവറുടെ കഥ. ഇഷ്ടമായോ കുഞ്ഞുമണികളെ? അപ്പോൾ ഇന്ന് കഥയോടൊപ്പം നമുക്ക് പേര് പറയണ്ടേ? ആരൊക്കെയാണ് നമ്മളെ സ്നേഹം അറിയിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ആഹാൻ അരുൺ, ദേവാംഗന അനൂപ്, അദ്വിക നന്ദുട്ടി, യാഷ് ലിയാൻ, ശ്രീ സൂക്ത, റുഹി മനാൽ, ഇവാൻ യശ്, ധ്രുവ് നമ്പ്യാർ, മിഹാൻ ഐറിക്, അബ്നർ, നിഹാൽ മേലാത്ത്, ഇഷാൻ സജീഷ്, ശ്രീവേദ, നൂഹ് കെ എസ്, ആമിന കെ എസ്, എയ്ഡൻ ബെൻ കേച്ചേരി, അൻവിക അന്നു, ആദിക്കുട്ടൻ, അമ്മിണിക്കുട്ടി, അബൈല ആൽഫ്രഡ്, ആൽഡ്രിൻ ഷാരോൺ, മിലേന സ്കറിയ, ഇമ പ്രശാന്ത്, പാർവതി മോഹൻ, റയാൻ പി ഷിജിൻ, നിതാര പ്രവീൺ, നിഷാര പ്രവീൺ, ആരവ് പ്രജിത്ത്, സാൻവി, ഹൃദിൻ സുരേഷ്. പിന്നെ നമ്മുടെ പിറന്നാൾ കുട്ടികളുണ്ട്. ധ്വനി നക്ഷത്ര നച്ചു, കൃഷ്ണതീർത്ഥ, താശ്വിൻ അരുൺനാഥ്, നിയോഗ് കൃഷ്ണ. പിറന്നാൾ കുട്ടികൾക്ക് പിറന്നാൾ ആശംസകൾ. സ്നേഹമറിയിച്ച എല്ലാ ചക്കര കുട്ടികൾക്കും ചക്കരയുമ്മ ഉമ്മ. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണമെങ്കിൽ നേരെ നമ്മുടെ ആപ്പിൾ സ്റ്റോറി ക്ലബിന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് പോന്നോളൂ. പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. എന്നിട്ട് കുഞ്ഞിന്റെ പേര് നമുക്ക് മെസ്സേജായി അയക്കൂ. അടുത്തു വരുന്ന 2 കഥകളിൽ ഏതെങ്കിലും ഒന്നിൽ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞിന്റെ പേര് ഞങ്ങൾ പറയുന്നതായിരിക്കും. പേജിന്റെ ലിങ്ക് ഈ കഥയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.